Hi guys. Okay. So welcome to my channel first of all. ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങൾ വിചാരിക്കും ഒരുപാട് സിനിമ റിവ്യൂ ചാനലുണ്ടല്ലോ, എന്തിന് പുതിയ ഒരെണ്ണം. ഇത് റിവ്യൂ ചാനലല്ല, ഇത് എൻ്റെ ഒപ്പീനിയൻ പറയാനുള്ളൊരു ചാനലാണ്. ഇത് ചിലപ്പോൾ ചിലരുമായിട്ട് ഇത് കണക്റ്റ് ആയേക്കാം, ചിലരുമായിട്ട് കണക്റ്റ് ആവില്ല. ദാറ്റ്സ് ടോട്ടലി ഫൈൻ. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഒപ്പീനിയനാണ്. എൻ്റെ ഒരു മൂവി കണ്ടു കഴിയുമ്പോൾ എൻ്റെ സാഹചര്യത്തിനനുസരിച്ച്, ഞാൻ ആ മൂവി കണ്ട ഓഡിയൻസിനനുസരിച്ച്, അല്ലെങ്കിൽ ആ മൂവി കണ്ട തിയേറ്ററിനനുസരിച്ച് എൻ്റെ ഒപ്പീനിയൻസ് മാറാം. അത് നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എല്ലാ മൂവീസിനും റിവ്യൂ പ്രതീക്ഷിക്കേണ്ട. അത്യാവശ്യം നല്ല എന്താ പറയുക, ഒപ്പീനിയൻ കേൾക്കുന്ന റിവ്യൂസിന് മാത്രമേ, മൂവീസിന് മാത്രമേ ഞാൻ പോകാറുള്ളൂ. എല്ലാ മൂവിയും ഇതുവരേക്കും, ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഹോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡേ പോയി കാണാറുണ്ട്, ഹൈപ്പ് ഉണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചാനലായിരിക്കും. എല്ലാ മൂവീസ് റിവ്യൂസും ഇവിടെ പ്രതീക്ഷിക്കരുത്. എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഇത് കിട്ടുന്ന, നല്ല റിവ്യൂസ് കിട്ടുന്ന മൂവീസിന് മാത്രമായിരിക്കും ഞാൻ പോകുന്നത്. എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കും, അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കും ഈ ചാനൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് പണ്ടുതൊട്ടേ ഞാൻ മൂവീസ് കാണാറുണ്ട്. എന്തുകൊണ്ട് ഇതുവരെ യൂട്യൂബിൽ ഇട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോസ് അല്ല, ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ അത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു, എൻ്റെ അടുത്ത് നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു, നല്ല റിവ്യൂസാണ് വരുന്നതെന്നുള്ളത്. അപ്പം എങ്ങനെയാണ് വീഡിയോയിൽ വരുമ്പം എത്രത്തോളം അത് ബെറ്റർ ആവുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഒരു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തുകൊണ്ട്, വൈ നോട്ട് എന്നൊരു തോട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന മൂവി ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായി. ഇപ്പോൾ അതിൻ്റെ ഒരു മേജർ ഇവൻറ്റ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് തന്നെ ഈ മൂവി വെച്ച് തന്നെ തുടങ്ങണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മൂവിയെക്കുറിച്ച് ഇത് വെച്ചിട്ട് തുടങ്ങാമെന്ന് കരുതിയത്. ഓക്കെ. എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ, ഈ മൂവി വേറെ ഒരു മൂവിയല്ല, ഇതാണ് നമ്മുടെ ലോക. 2 മാസം ഇറങ്ങിയിട്ട്, ഒക്ടോബർ, എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 28 ആയിരുന്നു എൻ്റെ റിലീസ് ഡേറ്റ്. ഇറങ്ങിയിട്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഇന്ന് എനിക്ക് തോന്നുന്നു 28 തോന്നുന്നു അല്ലേ. അപ്പം ഓൾമോസ്റ്റ് അല്ല, 2 മാസം കഴിഞ്ഞു. അപ്പോൾ 2 മാസം ഇന്നാണ് ആ ഡേറ്റ്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒക്ടോബർ 31 നമ്മുടെ ലോക ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യാണ്. അതിന് മുമ്പായിട്ട് എൻ്റെ ഒപ്പീനിയൻസ് പറയണം എന്ന് തോന്നുന്നു. നമുക്കിപ്പം ഹോട്ട്സ്റ്റാറിലൊക്കെ OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിനെക്കുറിച്ച് ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറയാൻ താല്പര്യമുണ്ടാവും. ഞാൻ തിയേറ്ററിൽ പോയി 2 പ്രാവശ്യം കണ്ടു ലോക. അത് ഫസ്റ്റ് ഞാൻ ഒറ്റയ്ക്കല്ല, ഫ്രണ്ട്സുമായിട്ട് പോയി. ബട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇച്ചിരി ഹൈപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ ഐമാക്സിലാണ് പോയി കണ്ടത്. അത് എനിക്ക് നടുക്ക് തന്നെ സീറ്റ് കിട്ടി. പക്ഷേ ഫ്രണ്ട്സുമായിട്ട് അടുത്തല്ല ഇരുന്ന് കണ്ടത്. പക്ഷേ എനിക്ക് നല്ലൊരു പൊസിഷനിൽ, നല്ലൊരു ഏരിയയിൽ തന്നെ സീറ്റ് കിട്ടി. അത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. രണ്ടാമത് ഫാമിലി ആയിട്ടാണ് പോയത്. അതും ഭയങ്കര അടിപൊളി, അത് ആഗ്രഹിച്ച് പോയത്. രണ്ടാമതൊന്നും കൂടെ കാണണം. നമുക്ക് ചില പടങ്ങൾ കാണുമ്പോൾ രണ്ടാമതൊന്നും കൂടെ കാണണം, ബാക്കിയുള്ളവരെ കാണിക്കണം എന്നൊക്കെ തോന്നില്ലേ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയ ഒരു പടമാണ് ലോക. ഫസ്റ്റ് ഐമാക്സ് കണ്ടപ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഞാൻ ഫസ്റ്റ് ആദ്യമേ പടം കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ പടം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഹാപ്പിനെസ് മീൻസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഈ ഫോക്ലോർ എന്ന് പറയുന്ന സംഭവം നമുക്ക് മലയാളത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, വായ്മൊഴിയായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്, കുറേ കഥകൾ നമുക്കറിയാം. അതൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ, വേണ്ട രീതിയിൽ എക്സ്പ്ലോർ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും ഒരു മിത്തോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ പോയി മഹാഭാരതം എടുക്കും, അതിൻ്റെ ഏതെങ്കിലും ഒരു വെർഷൻ എടുക്കും, അതെടുത്ത് കഥയാക്കും, അങ്ങനെ പോകും. പക്ഷേ ഇത് തന്നെ ആണെങ്കിലും വളരെ ചുരുക്കം കഥകളെ ഇതിനെക്കുറിച്ച് ചുറ്റിപ്പറ്റി നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. അതും എടുത്ത രീതി ഞാൻ ഭയങ്കര സൂപ്പർ ഹാപ്പി ആയിരുന്നു ഞാൻ പടം കണ്ടിട്ടിറങ്ങി. അതുകൊണ്ടാണ് രണ്ടാമത് കൂടെ പോയത്. എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്തത്, ചില പോയിൻ്റൊക്കെ എന്ന് തോന്നിയിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചില സാധനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് പോയത്. ഓക്കെ.
അപ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ ഐമാക്സിലാണ് പോയത്. ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് ഇത് ഇറങ്ങിയെന്ന് തോന്നുന്നു. രണ്ട് സൈഡിൽ സാധാരണ സ്ക്രീനുകളിലെല്ലാം ഒരു ബ്ലാക്ക് സ്ക്രീൻ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ അതൊരു ഇതായിട്ട് തോന്നിയെങ്കിലും പിന്നീട് അതങ്ങ് ഓക്കെ ആയി മാറി. എനിക്ക് രണ്ടാമത് പോയി കണ്ടപ്പോൾ, പക്ഷേ ഫസ്റ്റിൽ ഐമാക്സിൽ കണ്ടപ്പോൾ കറക്റ്റ് ഫിറ്റായിരുന്നു. ഐമാക്സ് മൂവി അല്ല ലോക, പക്ഷേ അത് കറക്റ്റ് ഫിറ്റായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഐമാക്സിൽ കാണാൻ. ക്വാളിറ്റി ഐമാക്സ് ലെവൽ ക്വാളിറ്റി ഒന്നും വന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ അടിപൊളിയായിരുന്നു. കറക്റ്റ് റെസൊല്യൂഷനിൽ വലിയ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റി. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് കണ്ടത്. ഓക്കെ, അത് ഒന്ന്. പിന്നെ പടം പറയുകയാണെങ്കിൽ എന്തൊരു പടമാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പം കേൾക്കുന്നത് 300-350 കോടിയോട് അടുക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. എത്രത്തോളം അത് സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. 300 കോടി എന്തായാലും കഴിഞ്ഞു. അതിന് അവർ കൊടുത്ത പ്രൊമോഷൻസ്, അതാണ് സമ്മതിച്ചു കൊടുക്കുന്നത്. കൃത്യമായ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ പ്രൊമോഷൻസ്, അതാണ്. എനിക്ക് ആദ്യം ഒരു ടീസർ ഇറക്കി വിട്ടു, പിന്നെ ഒരു ട്രെയിലർ വരുന്നതിന് മുമ്പ് തനി ലോകം മുറക്കാരി എന്ന് പറയുന്ന പാട്ട് ഇറക്കി വിട്ടു. അത് ഹിറ്റായി എല്ലാവരും പാടി. ആലത്തിന് സെൻറ്റർ. അപ്പം അത് എന്താ പറയുക, റൈം ചെയ്തുകൊണ്ട് നടക്കുന്ന സമയത്ത് തന്നെ ഒരു ട്രെയിലർ ഇറക്കി വിട്ടു. ട്രെയിലർ വിട്ടപ്പോൾ കൊള്ളാം, നൈസ്, വലുതായിട്ടൊന്നും റിവീൽ ചെയ്യാത്തൊരു നൈസ് ട്രെയിലർ. അത് കഴിഞ്ഞപ്പോൾ അവർ മറ്റേ എന്താ പറയുക പടം റിലീസ് ചെയ്തു, കയറി ഹിറ്റായി. അതിനുശേഷം 2 സോങ്സ് ഇറക്കി വിട്ടു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശോകമൂഹവും ക്യൂൻ ഓഫ് ദി നൈറ്റുമാണ് അവർ ഇറക്കി വിട്ടത്. ക്യൂൻ ഓഫ് ദി നൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, അത് മൂവിയിൽ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. ക്യൂൻ ഓഫ് ദ നൈറ്റ് അതൊരു പോസ് കൊടുത്ത് എഡിറ്റ് ചെയ്തേക്കുന്ന രീതി അടിപൊളിയായിട്ടാണ്. അതായത് ഒരു പോസ് കൊടുത്ത് നെസ്ലിനെ കാണിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആ റിതം കയറി വന്നിട്ട് കാണിക്കുന്ന ഒരു രീതി, അത് ഈ ഇറങ്ങിയിരിക്കുന്ന പാട്ടിനകത്ത് അങ്ങനെ അല്ല വന്നേക്കുന്നത്. മൂവിയിൽ വേറെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഫീലായിരുന്നു, അടിപൊളിയായിരുന്നു. നെസ്ലിൻ്റെ കണ്ണുകളിലെ തിളക്കവും, നെസ്ലിൻ്റെയും കല്യാണം കുറിച്ച് ഞാൻ പറയാം, വെയിറ്റ്, അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആ പാട്ട് ഇറക്കി വിട്ടത് ഒന്ന്. അതിനുശേഷം JXPGയുടെ OSTകൾ കംപ്ലീറ്റ് OST എന്നെ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് കംപ്ലീറ്റ് ഇറക്കി വിട്ടു. അത് എല്ലാം കിഡിലൻ സൗണ്ട് ട്രാക്ക്, നല്ല വേൾഡ് ക്ലാസ് സാധനങ്ങൾ, അതെല്ലാം ഇറക്കി വിട്ടു. അതിനുശേഷം പിന്നെ അതിനുശേഷം 1 മന്ത് അപ്പോഴത്തേക്ക് കഴിഞ്ഞു. അപ്പോഴാണ് അവർ സക്സസ് ട്രെയിലർ ഇറക്കുന്നത്. 1 മന്ത് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലോകയുടെ ചന്ദ്രൻ്റെ സൈഡിൽ നിൽക്കുന്ന 100 കോർ അടിച്ച സമയത്ത് ഒരു ചന്ദ്രൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു ഇമേജ്, ചന്ദ്ര, അങ്ങനെ ഒരു സാധനം ഇറക്കി വിട്ടായിരുന്നു. അതിനുശേഷം അവർ 1 മന്തിന് ശേഷം ഈ സക്സസ് ട്രെയിലർ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ കാണാൻ തോന്നും. അതായത് അങ്ങനെയാണ് ട്രെയിലർ കട്ട് ചെയ്യേണ്ടത്. അമ്മാതിരി ഒരു ട്രെയിലർ കട്ടും. നമുക്ക് ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ, ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ. എന്നിട്ടും ട്രെയിലർ കണ്ടപ്പോൾ ഇതൊന്നും കൂടെ കാണാൻ കൊള്ളാമല്ലോ എന്നുള്ള രീതിയിൽ തോന്നി. അത്രയും കിടിലായിട്ടാണ് ആ ട്രെയിലർ കട്ട് വന്നത്. അത് ഉറപ്പായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവരുടെ പ്രൊമോഷൻ രീതി ഭയങ്കര, നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന ആളെ വലിച്ചു പിടിച്ച് തിയേറ്ററിൽ എത്തിക്കുന്ന രീതിയിലുള്ളൊരു ട്രെയിലർ കട്ടാണ് അതിനകത്ത് വന്നത്. സൂപ്പറായിരുന്നു. അതിനുശേഷം പിന്നെ ലോക 2 ടീസർ, മറ്റേ ലെജൻഡ്സ് മീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അവർ ഇറക്കി വിട്ടു. അതും കൂടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ചാത്തനെ ഒന്നും കൂടെ കാണാൻ തോന്നും. മനസ്സിലായില്ലേ? നമുക്ക് ഒന്നും കൂടെ പുള്ളി എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും ഒന്നും കൂടെ കാണാൻ തോന്നും. അങ്ങനെ ഒരു സാധനം ഇറക്കി വിട്ട് ഒന്ന് എന്താ പറയുക, നമ്മളെ വീണ്ടും കൂടെ ഒന്നും കൂടെ തിയേറ്ററിലേക്ക് വിളിപ്പിച്ചവർ. അതിനുശേഷം പിന്നെ പാട്ടുകൾ, ലിറിക്കല് പരിപാടി, അങ്ങനെയൊക്കെയുള്ള കാര്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് തിയേറ്ററിക്കൽ റണ്ണ് അവർ എൻ്റെ ആവാറായപ്പോഴാണ് ബാക്കിയുള്ള സാധനങ്ങൾ ഇറക്കി വിട്ടത്. അതെല്ലാം കിട്ടില്ലായിരുന്നു. കാരണം വെച്ചാൽ നമ്മളെ തിയേറ്ററിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ഒരു പടത്തിനെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് മറക്കാൻ സമ്മതിക്കാത്തുള്ള ഒരു പ്രൊമോഷനാണ് അവിടെ. അതായത് ഓരോന്ന് തീരുമ്പോൾ അവർ ഓരോന്ന് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫീഡുകളിൽ ഇത് ലൈവായി തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിലെല്ലാം ഇവർ പറയുന്ന സാധനങ്ങൾ, കൊടുത്ത സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ലൈവായി ഓക്കെ ലോക നമ്മളൊന്ന് മറന്നു തുടങ്ങുമ്പോൾ പുതിയ സാധനം വരും. ഓക്കെ, ലോക വീണ്ടും വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു സംഭവം അവർ മെയിൻറ്റെയിൻ ചെയ്തു പോയത്, അത് ഹൈലി അപ്രീഷിയേറ്റബിൾ. അങ്ങനെ ഒരു പ്രൊമോഷൻ രീതിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈ 300 കോടിയിലേക്ക് ഇവർ എത്തിച്ചത്. പിന്നെ ദുൽഖർ സൽമാൻ, പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ലൈൻ പ്രൊഡ്യൂസർ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവർ 3 പേരും, മെയിൻലി ദുൽഖർ സൽമാൻ പ്രൊഡക്ഷൻസ്. അവർ DQ ചെയ്ത ഏറ്റവും വലിയൊരു സംഭവമാണ് OTTക്ക് കൊടുത്തില്ല എന്നുള്ളത്.
ഒരു പടം ഒരു 30 ദിവസത്തിനുള്ളിൽ 25ാമത്തെ ദിവസം അങ്ങോട്ട് OTT കൊടുത്തു കഴിഞ്ഞാൽ ഹൈ പ്രൈസ് കിട്ടും. അത് വേണ്ട, അത് ഓടട്ടെ. അവർക്ക് വേണമെങ്കിൽ സേഫ് കളിക്കായിരുന്നു. 30 കോടിക്ക് എടുത്ത പടം ഓൾറെഡി ഒരു 100 കോടി കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ OTTക്ക് പോട്ടെ എന്നുള്ള ലെവലിൽ വേണമെങ്കിൽ കളിക്കായിരുന്നു. പക്ഷെ അവിടെ ഒരു എന്താ പറയുന്നത്, ഒരു സ്ട്രോങ് മൂവായിട്ട് പുള്ളിക്കാരൻ OTTക്ക് കൊടുക്കാതെ ഡയറക്റ്റ് തിയേറ്ററിൽ റൺ തന്നെ ഓടി അത്രയും കളക്ട് ചെയ്ത് 300 കോടിയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല. കാരണം ഞാൻ പണ്ട് ആലോചിക്കുകയാണെങ്കിൽ പുലിമുരുകനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു കളക്ഷൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക വരെ റിലീസ് ഉണ്ടായിരുന്നു. അത്രയും വൈഡായിട്ട് റിലീസ് ചെയ്തിട്ടാണ് അതിനത്രയും കളക്ഷൻ കിട്ടിയത്. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്ട്രോങ് മൂവായിരുന്നു. കാരണം അന്ന് അത്രയും റിലീസൊന്നും ഒപ്പിക്കാൻ പറ്റില്ല. അത് ആൻ്റണി പെരുമ്പാവൂർ എങ്ങനെയാണെന്നറിയില്ല, ആൻ്റണി പെരുമ്പാവൂരായിരുന്നു ഗോകുലനായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. പുള്ളിക്കാരൻ ഇത്രയും വൈഡായിട്ട് അത് റിലീസ് ചെയ്തിട്ടുകൊണ്ടാണ് ഇത്രയും കളക്ഷൻ അന്നത്തെ നില. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ടിക്കറ്റ് ചാർജ് ഇതിൻ്റെ പകുതിയെ കാണത്തുള്ളൂ. അന്ന് 2013-15 അങ്ങോട്ടല്ലേ റിലീസ്, എനിക്ക് ഓർമ്മയില്ല. അന്ന് ഇതിൻ്റെ പകുതിയേ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. ആ ടിക്കറ്റ് ചാർജിൽ അത്രയും കളക്ട് ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് വേണം, 100 കോടി കളക്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്രയും കളക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ വൈഡ് റിലീസാണ് ഒന്ന്. പിന്നെ എമ്പുരാൻ കളക്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഹൈപ്പ് കിഡിലം പടത്തിൻ്റെ സീക്വൽ എന്നുള്ള രീതിയിലാണ് എമ്പുരാൻ അത്രയും കളക്ട് ചെയ്തത്. പിന്നെ പൃഥ്വിരാജിൻ്റെ ഡയറക്ടോറിയൽ എന്ന് പറയുമ്പം ആൾക്കാർക്കുള്ള ഒരു ഇതുണ്ടല്ലോ, അതും കൂടെയൊക്കെ വെച്ചിട്ടാണ് അതത്രയും ലോങ് റണ്ണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ലോങ് റൺ അല്ല, സോറി, എമ്പുരാന് പൃഥ്വിരാജിൻ്റെ ഡയറക്ടോറിയൽ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, ഒരു കാര്യമുണ്ടല്ലോ, പുള്ളിക്കാരൻ ഒരു സക്സസ് ഡയറക്ടറാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് അതിന് അത്രയും ഹൈപ്പും പിന്നെ ടോപ്പ് പടത്തിൻ്റെ സീക്വൽ എന്നുള്ള രീതിയിലുമാണ് അതിനത്രയും റണ്ണ് കിട്ടിയത്. റണ്ണ് കൂടുതലില്ലെങ്കിലും കൂടുതൽ കളക്ഷൻ പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ 100 കോടി അടിച്ചു, 7 ദിവസത്തിനുള്ളിൽ തന്നെ 200 കോടി അടിച്ചു, അങ്ങനെ എന്തോ ഒക്കെ റെക്കോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഡിഫറെൻറ്റ് എന്താ പറയുക, പ്രൊമോഷണൽ സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷേ ലോകയ്ക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. ഡിഫറെൻ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അതിങ്ങനെ മറക്കാതെ മനുഷ്യനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ തന്ന് നമുക്ക് വീണ്ടും ഒന്നും കൂടെ പോയി കാണാനുള്ള ഒരു ത്വര ഉണ്ടാക്കിയെടുത്ത് അവർ തിയേറ്ററിൽ ലോങ് റണ്ണ് അവർ എന്താ പറയുക അച്ചീവ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇനിയിപ്പം കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റോറിയിലേക്ക് വരാം. സ്റ്റോറി അവിടെ നിൽക്കട്ടെ തൽക്കാലം. ഫസ്റ്റ് കല്യാണിയും നസ്ലിനും അവിടെ നിൽക്കട്ടെ. സാൻഡി മാസ്റ്റർ വില്ലനായിട്ട് എന്നാ പെർഫോമൻസ് ആയിരുന്നു. സാധാരണ പുള്ളി തന്നെ കുറേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, മലയാളത്തിൽ കുറച്ച് അഭിനയിച്ചാൽ മതി, അതായത് അഭിനയിച്ച് തർക്കണ്ട, ബിഹേവ് ചെയ്താൽ മതി എന്നുള്ളത്. പുള്ളി കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കറക്റ്റ് ക്യാരക്ടറിനനുസരിച്ചൊരു സാധനം, കറക്റ്റ് സംഭവം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് തന്നെ തോന്നും ഓക്കെ ഇതൊരു വില്ലനാണ്. അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാക്കാൻ പുള്ളിക്കാരനെ പറ്റിയിട്ടുണ്ട്. പിന്നെ 2 കൂട്ടുകാർ അരുൺ കുര്യനും ചന്തു ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുത്തനാണെങ്കിൽ ഒരു അത്രയും ക്ലോസ്ഡ് അല്ലാത്ത ഒരു എന്താ പറയുക ഒരു കൂട്ടുകാരനും, മറ്റൊരാൾ ചന്തു എന്ന് പറയുന്നത് വളരെയധികം ക്ലോസ്ഡ് ആയിട്ടുള്ള, സണ്ണിയായിട്ട് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള, നെസ്ലിൻ്റെ ക്യാരക്ടറായ സണ്ണിയായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ അതിനകത്ത് തന്നെ എന്നെ ചങ്കിനെ തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, എന്നെ തൊട്ട് കഴിഞ്ഞിട്ട് നീ എൻ്റെ ചങ്കിനെ തൊടത്തുള്ളൂ, അങ്ങനെ എന്തൊരു ഡയലോഗ് പറയുന്നുണ്ട്. അവസാനം അത് എന്താ പറയുന്നത് പറഞ്ഞ പോലെ തന്നെ ആവുന്നുമുണ്ട് നോക്കുകയാണെങ്കിൽ. പിന്നെ അരുൺ കുര്യൻ നല്ല വൃത്തിയായിട്ട് അഭിനയിച്ചു. പുള്ളി വലിയ കെയർലെസ് ആയിട്ടുള്ളൊരു കൂട്ടുകാരൻ, നൈസായിട്ട് തന്നെ പുള്ളിയും ചെയ്തു. പിന്നെ ചന്തു ഇടയ്ക്കിടയ്ക്ക് സലീം കുമാറിൻ്റെ മാനസം പുള്ളിക്കാരൻ ഓൾറെഡി ഉണ്ട്, ട്രൈ ചെയ്യുന്നത് നല്ല രസമായിരുന്നു. അത് ബോറായിട്ടൊന്നും തോന്നിയില്ല, നല്ല രസമായിട്ട് തന്നെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമിയോസ് മമ്മൂട്ടി, ദുൽഖർ, സണ്ണി വെയിൻ്റെ ക്യാമിയോ അല്ല, ബട്ട് സ്റ്റിൽ അത് നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പം കൂടുതൽ എക്സ്പ്ലോർ ആവാൻ ചാൻസസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ലൈക്ക് വൈസ് ദുൽഖറും മമ്മൂട്ടിയും, പിന്നെ വിജയരാഘവൻ്റെ ക്യാരക്ടർ, അത് ഞാൻ സ്റ്റോറിയുടെ കാര്യം പറയാം. പിന്നെ ജെയ്ക്സ് ബിജോയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാ കമ്പോസറാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തനിലോക മുറക്കാരിയാണ് എൻ്റെ മനസ്സിൽ ഫുള്ളുണ്ടായിരുന്നത് പടം കണ്ട് കഴിയുന്നവരെ, അല്ലെങ്കിൽ പടത്തിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ കയറിയ പാട്ടാണ്. അത് കഴിഞ്ഞ് പടം കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലൊന്നും നിന്നില്ല. സത്യം പറയുകയാണെങ്കിൽ
മനസ്സിലൊന്നും നിന്നില്ല. പക്ഷേ എന്തോ നല്ല എന്ന് വെച്ചാൽ മ്യൂസിക് പടത്തിനോട് ഇൻവോൾവ് ആയായിരുന്നു ഞാൻ നിന്നത്. അത്രയും എന്താ പറയുക, അകത്ത് കയറിയായിരുന്നു ഞാൻ കണ്ടത്. അതുകൊണ്ട് എനിക്ക് മ്യൂസിക് എനിക്ക് അതിനകത്തൂടെ പോയി എന്നുള്ളതല്ലാതെ എനിക്ക് അതിനകത്തൂടെ ശ്രദ്ധിക്കാൻ പറ്റും. സത്യം പറഞ്ഞു മ്യൂസിക്കായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ അതിനോട് ബ്ലെൻഡ് ചെയ്യുന്ന ഭയങ്കര ഗൂസ് ബംസ് തരുന്ന കിഡില സാധനങ്ങൾ, അല്ലെങ്കിൽ ഇമോഷണൽ കണക്റ്റ് ആവുന്ന കിഡില സാധനമായിരുന്നു പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് കുറച്ചും കൂടെ എന്നെ കിടിലമായിട്ടാണ് പുള്ളി എലിവേറ്റ് ചെയ്തേക്കുന്നത്. ഓരോ സീൻസും പുള്ളി എലിവേറ്റ് ചെയ്തേക്കുന്നത്. അത് രണ്ടാമതാണ്. എനിക്ക് അത് പ്രത്യേകം പറയേണ്ടത് എഡിറ്റർ ചമൻ ചാക്കോ കിഡിലോട്ടാണ് ചെയ്തത്. കിഡിലം ഒന്നും പറയാനില്ല. അതായത് കുട്ടിയും ഈ എന്താ പറയുക ഇൻ്റർവെല്ലിനോട് എടുക്കുമ്പം കുട്ടി നീലിയുടെയും നമ്മുടെ വലിയ നീലിയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡമായിട്ട് കാണിക്കുന്നുണ്ട് ഒരു സീൻ. അതിലൊക്കെ മ്യൂസിക് ചെയ്തേക്കുന്ന രീതിയും എഡിറ്റ് ചെയ്തേക്കുന്ന രീതിയും എന്നെ കിടിലമായിട്ടെന്ന് അറിയോ. ഫൈറ്റ്സ് കിടിലമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ വിജയരാഘവൻ കാസ്റ്റിംഗ് ഡയറക്ടർ അതിന് ഏറ്റവും എടുത്ത് പറയേണ്ടതുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക് അനിരുദ്ധാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. അധികം ഒന്നുമില്ല, പക്ഷെ എടുത്തേക്കുന്ന സാധനം, അതായത് ആ കൊച്ചിനെ കണ്ടെത്തിയതാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ്. അതേപോലെ തന്നെ എന്തുവാ ഇവരുടെ നായകൻ നെസ്ലിൻ, പിന്നെ വില്ലൻ, ഇതൊക്കെ പക്കാ കാസ്റ്റിംഗ്. ഇതിനകത്ത് വേറെ ഒരാളെ ചിന്തിക്കാൻ ഇപ്പം പറ്റുന്നില്ല. ആ രീതിയിലാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. അത്രയും നല്ല വൃത്തിയുള്ള കാസ്റ്റിംഗ്. ആ കൊച്ചിനെ കണ്ടുപിടിച്ചതാണ് പുള്ളിക്കാരന് കയ്യടി കൊടുക്കേണ്ടത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ കോസ്റ്റ്യൂം ഡിസൈൻ മെൽവിൻ ജെ അർച്ചന ലാവു. എൻ്റെ മോനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ജാപ്പനീസ് അനിമയൊക്കെ കാണുന്ന പറ്റും. അതേപോലുള്ള ഒരു കോസ്റ്റ്യൂമാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. മഞ്ഞ, അതായത് ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് മഞ്ഞ നെസ്ലിന്, കുറച്ച് ഡാർക്കായിട്ടുള്ള ബ്ലാക്കും റെഡും ആണ് നീലിക്ക് കൊടുത്തേക്കുന്നത്, അതായത് ചന്ദ്രയ്ക്ക് കൊടുത്തേക്കുന്നത്. കോസ്റ്റ്യൂം ഡിസൈൻ കിടിലം. പിന്നെ സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവി, എൻ്റെ കിടിലം. അതായത് നമുക്ക് ഇതിനകത്ത് സ്ക്രിപ്റ്റിങ്ങും സിനിമാറ്റോഗ്രാഫറും പിന്നെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒരാൾ തന്നെയാണ്. അപ്പം അത് എന്താ പറയുക ഡൊമിനിക്കനും. അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്ററും ഇവർ തമ്മിലുള്ള ഒരു കൊളാബ് ഉണ്ടല്ലോ. അതായത് സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മറ്റേ എന്താ പറയുക സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവിയായിട്ട് ചേർന്ന് വന്ന് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നൊരു പോയിൻ്റ് ഉണ്ടല്ലോ. അതായത് മൊത്തത്തിൽ ഇവർ മൂന്നുപേരും കൂടെ ചേർന്നിട്ടുണ്ട്. അതായത് ശ്രുതി ബാലചന്ദ്രനും ഉണ്ടായിരുന്നു, അവരുടെ ഡമട്രോഗി അങ്ങനെ എന്തോ ഒരു സംഭവമായിട്ട് സിനിമാറ്റോഗ്രാഫിയിൽ ആ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അതായത് ഈ ഇമോഷൻസ് കറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ, ഡ്രാമ വർക്ക് ആവുന്നുണ്ടോ, കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പുള്ളിക്കാരി അതിനകത്ത് പാർട്ടാണ്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഇവർ മൂന്ന് പേരുടെ ഒരു ചേർന്ന് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് മൂവിയിൽ തീർച്ചയായിട്ടും 100% കാണാനുണ്ട്. കിട്ടിലമായിട്ടാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സ്ക്രിപ്റ്റിൽ എഴുതിയേക്കാണ് ഇന്ന സമയത്ത് ഇന്ന സാധനം ഇന്ന് നടക്കുന്നു, അത് ഈ സമയം കഴിയുമ്പോൾ വേറൊരിടത്ത് കട്ട്, അത് കഴിയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ആ ഷോട്ട് വന്നു കഴിഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ. സോ ഇതെല്ലാം പ്ലാൻ ചെയ്തെടുക്കണം. അത് പക്കായിട്ട് സ്ക്രിപ്റ്റിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കിഡിലുമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഓക്കെ, സ്റ്റൺസ് വി എഫ് എക്സ് കിഡിലുമായിട്ട് പല സാധനങ്ങളും വി എഫ് എക്സിൽ നമ്മൾ ചിന്തിക്കാത്ത സാധനങ്ങളിലായിരിക്കും വി എഫ് എക്സ് ഇട്ടേക്കുന്നത്. കിഡിലുമായിട്ട് വർക്കായിട്ടുണ്ടല്ലോ. അതായത് നമുക്ക് മനസ്സിലാവത്തില്ല എവിടേക്കാണ് വി എഫ് എക്സ് വന്നേക്കുന്നതെന്ന്. കുറേ വി എഫ് എക്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ അത്ര ക്ലീനായിട്ടാണ് വി എഫ് എക്സ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് അത് നീലി ഇപ്പോൾ മുകളിലേക്ക് പറക്കുന്നതും ആദ്യമേ നെസ്ലിനെ തെള്ളിയിട്ട് മുടി പറക്കുന്നതും അതൊക്കെ എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒതുക്കം വരെ ഒരു കോമിക് ബുക്ക് വായിക്കുന്ന പോലാണ്. എനിക്ക് ആദ്യമേ തന്നെ അത് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലി അല്ലെങ്കിൽ ചന്ദ്ര ആദ്യത്തെ ഒരു റൂം, അതായത് ഒരു റൂമിലേക്ക് ഷിഫ്റ്റ് ആയതിന് ശേഷം ഒരു റൂമിൻ്റെ ഡോറ് തുറക്കുന്നൊരു സീനുണ്ട്. വെളിയിൽ നിന്ന് തുറന്നിട്ട് ഡോറ് തുറക്കുന്നത്, അതിൻ്റെ ഷോട്ട് വെച്ചിരിക്കുന്ന മുകളിൽ നിന്ന് താഴേക്കാണ്. ഓക്കെ, അത് ഡോറിൻ്റെ അകത്തെ സൈഡിൽ ഡോറിൻ്റെ ടോപ്പിൽ, അതായത് ഈ ഡോറ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഈ ഡോറ് അകത്തേക്ക് തുറക്കുന്നുണ്ട്. ഇത് ഈ ഭാഗത്തായിട്ട് താഴേക്കാണ് ഷോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡോറ് തുറക്കുന്നതിൻ്റെ അവിടെ നിന്നുള്ള വെളിച്ചം രണ്ട് സൈഡായിട്ട് സ്പ്രെഡ് ചെയ്ത് പോയിരിക്കുന്നതായിട്ട് കാണാം. അതിനകത്ത് നീലിയുടെ
നിഴലും അല്ലെങ്കിൽ ചന്ദ്രയുടെ നിഴലും ഇത് നമ്മുടെ കോമിക് ബുക്കിനകത്തെ സ്ഥിരം ഒരു സാധനമാണ്. നമ്മുടെ ഒരു കോമിക് ബുക്ക് വായിക്കുമ്പോൾ ആ നിഴലിങ്ങനെ, അതായത് ഡോറ് തുറക്കുന്നത് കാണിക്കുന്നത്, മോളിൽ നിന്നുള്ളൊരു ഷോട്ട് വരച്ച് കാണിക്കുന്നത് സ്ഥിരമുള്ളൊരു സാധനമാണ്. പ്രത്യേകിച്ച് ബാറ്റ്മാൻ അങ്ങനെയൊക്കെയുള്ള പടങ്ങളിലുണ്ട്, ഐ മീൻ കോമിക് ബുക്കുകളുണ്ടല്ലോ, ഈ സൂപ്പർ ഹീറോ കോമിക് ബുക്കിനകത്തെല്ലാം ഉള്ളൊരു സാധനമാണ്. അത് വന്നപ്പോൾ ഓക്കെ കൊള്ളാമല്ലോ സംഭവം എന്നുള്ളൊരു വന്നത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഓരോരോ ഷോട്ടുകളും, പ്രത്യേകിച്ച് എന്താ പറയുക, ഫൈറ്റുകൾ, ഈ സാധനമൊക്കെ നല്ല കിടിലം. അവസാനത്തെ ഒരു ഫൈറ്റ് എടുത്ത് പറയേണ്ടതാണ്, ഒരു ബാത്റൂമിലുള്ള ഒരു ഫൈറ്റുണ്ട്. ആ ഫൈറ്റൊക്കെ കിടിലോടെ ചെയ്തേക്കുന്നത്. പിന്നെ അവസാനം ഒരു ചർച്ചിനകത്തുള്ളൊരു ഫൈറ്റുണ്ട്, അതും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഓക്കെ ഇനി സ്ക്രീൻ പ്ലേ അല്ല, ആദ്യമേ നസ്ലിൻ്റെ കാര്യം പറയാം. നസ്ലൻ എന്ന കിടിലം ആക്ടറാണ്. ആ നാസറിൻ്റെ ആ എവല്യൂഷൻ ഉണ്ടല്ലോ, അതായത് ആ പണ്ടത്തെ എന്തിരി ക്രിഞ്ചാണ്, നീ വേറെ പണിക്ക് പോയി പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ തണ്ണീർമത്തരം ദിനങ്ങളിൽ വന്ന നസ്ലിനല്ലേ, അതൊന്നും അല്ല ഇപ്പം. എന്ത് കിടിലമായിട്ടാണോ ടീച്ചറെ. അതായത് 2 എക്സാമ്പിൾസ് പറയാം. ഒന്ന്, ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ പുള്ളിക്കാരി ചന്ദ്ര ഇങ്ങനൊരു ആളാണ് എന്നറിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഓട്ടയ്ക്കകത്ത് കയറിയിരുന്നിട്ട് ഡെഡ് ബോഡിയൊക്കെ അവിടെ കിടക്കുന്ന സമയത്ത് ചന്ദ്ര 2 ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻ 1 ഇതാണ്, ഓപ്ഷൻ 2 അപ്പോഴത്തേക്ക് ഓപ്ഷൻ 2 പറയത്തില്ല. അപ്പം ആ സമയത്ത് നമ്മുടെ ഇവൻ നസ്ലൻ തിരിച്ച് ചോദിച്ചു, ഓപ്ഷൻ 2 എന്താണെന്ന് അറിയാൻ വേണ്ടി ഓപ്ഷൻ 2 എന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ 2ൻ്റെ എവിടുന്നാണ് വന്നതെന്നറിയാം. അതായത് അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് നമുക്ക് പേടിയൊക്കെ വന്ന് വിറച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശബ്ദം ഇടറത്തില്ല. ആ ശ്വാസം എടുത്ത് എവിടുന്ന് വന്ന ഒരു ഓയാണ്. നമ്മുടെ ഈ എന്താ പറഞ്ഞേ, മറ്റേ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് കിലുക്കത്തിനകത്ത് പറയത്തില്ലേ, എന്താ പറഞ്ഞേ നമ്മുടെ ഇന്നസെൻ്റ് കിട്ടാൻ, അതേപോലെ എവിടുന്ന് വന്നൊരു അതായത് ഓപ്ഷൻ 2 എന്ന് പറയുമ്പം നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിച്ചു പോകും, മനസ്സിലായില്ലേ? അതേപോലൊരു സംഭവം. അതേപോലെ തന്നെ നീലിയെക്കുറിച്ച് ഇവൻ്റെ അടുത്ത്, അതായത് കൂട്ടുകാരൻ്റെ അടുത്ത് കഥ പറയുന്നൊരു സീനുണ്ട്. ആ സീനിൽ കുറച്ച് വൈറലിസംസ് ഉണ്ട്. കഥ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ നറേറ്റ്, ഇവിടെ കാര്യം ഇങ്ങനെയാണ്, ഇവള് ഇങ്ങനെ വാമ്പയർ ആണെന്നുള്ള കാര്യം, അല്ല യക്ഷിയാണെന്ന്, അവൾ യക്ഷിയാണ്, യക്ഷി ഇങ്ങനെ ചോര പിടിക്കും, കഴുത്തിലൊക്കെ തപ്പി പിടിച്ചു അയ്യാ അതൊക്കെ പറഞ്ഞിട്ടൊരു സാധനമുണ്ട് നസ്ലിട്ടേക്കുന്നത്. എന്തൊരു കിടിലമായിട്ടാണ് പറയും ചെയ്തേക്കുന്നത്. ഞാൻ ഹാറ്റ്സ് ഓഫ് നസ്ലിൻ, ഹാറ്റ്സ് ഓഫ്. ബിക്കോസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നസ്ലിൻ്റെ അടുത്തൊന്നും അത്രയെങ്കിലും കിടിലൊരു പെർഫോമൻസ് ഒരിക്കലും വിചാരിച്ചില്ല. അടിപൊളിയായിട്ട് അത് ആ പോയിന്റിലൊക്കെ പുള്ളി ജീവിക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കിടന്നുറങ്ങിയിട്ട് ബീൻബാഗ് കിടന്നുറങ്ങിയിട്ട് ചാടി എഴുതേക്കുന്ന ഒരു സീനുണ്ട്. ആ സമയത്തും ആ ഞെട്ടലും പേടിയുണ്ടല്ലോ, പരവേശം, അത് മൊത്ത് കാണാം. അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചന്ദ്രയെ കാണുന്ന സമയത്ത് പുള്ളി ഈ പാട്ടിൻ്റെ സമയത്ത്, അതാണ് പുള്ളി ചന്ദ്രയെ ഓപ്പോസിറ്റ് നെക്സ്റ്റ് ഡോറിൽ ചന്ദ്ര നിൽക്കുന്നു, ഐ മീൻ ആ വിൻഡോ സൈഡിൽ ചന്ദ്ര നിൽക്കുന്നു, അതിലേക്ക് നോക്കുന്ന കണ്ണിലെ തിളക്കം എന്ത് കിടിലായിട്ടാണ് അറിയോ. കണ്ണിലെ ആ തിളക്കം നമുക്ക് കാണാം, ലിറ്ററലി കാണാം. ആ രീതിയിലാണ് ചന്ദ്രയെ കാണുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷവും, മനസ്സിലായേ? അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നസ്ലൻ. പുള്ളിക്കാരന് ഭയങ്കര ഒരു കരിയർ ഫ്രണ്ടിലുണ്ട് ഉറപ്പായിട്ടും. പിന്നെ രണ്ടാമതല്ല ആക്ച്വലി നീലിയാണ് ഇതിൻ്റെ ബാക്ക് ബോൺ. ആക്ച്വലി ഇത് നീലിക്കകത്ത് ഫിസിക്കലിയാണ് നമ്മുടെ കല്യാണി പ്രിയദർശന് കൂടുതൽ ഇതിനകത്ത് വർക്ക് ചെയ്യേണ്ടി വന്നേക്കുന്നത്. ആക്ടിങ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് എന്ന് വെച്ചാൽ ഒരു ബ്ലാൻഡ് ആയിട്ടുള്ള, അതായത് നീലി എന്ന് പറയുന്നത് ചന്ദ്രൻ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു വാമ്പയറാണ്. അപ്പം ഇമോഷൻസ് ഒന്നും വലിയ കേസല്ല. അവൾ ജീവിതം കണ്ട് മടുത്തു, തീരുന്നില്ല. അവൾ ഇവിടുന്ന് മരിക്കുന്നില്ലല്ലോ, ഒരിടത്തുനിന്ന് വേറെടുത്തുനിന്ന് പോകുന്നു, അവിടെ നിന്ന് ഇവിടെ വേറെ പോകുന്നു, വേറെ കുറേ രാജ്യത്ത് താമസിക്കുന്നു, അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ മരിക്കാത്തതുകൊണ്ട് അവൾക്ക് ഇമോഷൻസ് ഇല്ല, ജീവിതം കണ്ട് മടുത്തു അവൾ. അപ്പോൾ ആ ഇമോഷൻസ് ഇല്ലായ്മ അത് കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട് കല്യാണി. അത് വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ബട്ട് സ്റ്റിൽ അടിപൊളിയായിട്ട് കല്യാണി അത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട ആക്ഷൻസ് സ്റ്റൺസ് ചെയ്തിരിക്കുന്നത് യാനിക് ബെന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സ്റ്റണ്ട് ഡയറക്ടറാണ്. പുള്ളിക്കാരൻ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്.
കല്യാണി പ്രത്യേകിച്ച് പറയേണ്ടത്. അവസാനമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ബാത്റൂമിലൊരു ഫൈറ്റ് ഉണ്ട്. ആ ബാത്റൂമിലൊരു ഫൈറ്റിൽ വില്ലൻ നമ്മുടെ കല്യാണി പിടിച്ചെറിയും. കല്യാണി തെറിച്ചൊരു പോയിട്ട് അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഈ ക്യാമറ തിരിഞ്ഞ് ബാത്റൂമിൻ്റെ ഗ്ലാസ്സിനകത്ത് ആ ഷോട്ട് കാണിക്കുന്നത്. പോയ ആൾ അപ്പുറത്തൂടെ തിരിച്ച് കയറി വന്നിട്ട് കൈ വെച്ച് ഇടതുവശമാകുമ്പോൾ വലതുവശം അറിയത്തില്ല, കണ്ണാടിക്കൂടെ കാണുമ്പോൾ ഇടതുവശം, മേ ബി അത് വലത്തെ കൈ വെച്ചായിരിക്കും. വലത് കൈ വെച്ചിട്ട് ജാബുണ്ട്, ഒറ്റ ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫൈറ്റ്, അതായത് ബോക്സറിൻ്റെ ഇടിയാണ് ഇടിക്കുന്നത്. ഇടിച്ചിട്ട് ഒറ്റ ഇടിയാണ്, അതായത് ഇങ്ങനെ ഇടിച്ചാൽ നിൽക്കുമല്ല, ഇടിച്ചാൽ പോവാണ്, മനസ്സിലായി? ഈ കൈ മടങ്ങുന്നൊന്നുമില്ല, ഇങ്ങനെ ഇടിക്കുക. അത് നല്ല ഒരു കിടില ഫൈറ്റർ ഇടിക്കുന്ന പോലെയാണ് ഇടിക്കുന്നത്. അത് നല്ല കിടിലായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇനി OTT ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ആ കണ്ണാടിയിലുള്ള ഷോട്ടാണ് അത് നടക്കുന്നത്. ഇവൻ്റെ നടക്കുന്ന ഇപ്പുറത്താണ്. ആളെ തെറിപ്പിച്ചു കൊടുത്തു. പുള്ളിക്കാരി ഭയങ്കര ഫാസ്റ്റായിട്ട് തിരിച്ചു വന്ന് ഇടിക്കുകയാണ്. ഇടിക്കുമ്പം ഇവനെ തെറിച്ചിട്ട് ഇടി കൊണ്ട് തെറിച്ചിട്ട് പോക്കുണ്ട് വില്ലൻ. ബട്ട് ആ ഇടി കിടിലെന്ന് വെച്ചാൽ കിടിലൻ. കല്യാണി കലക്കി അതിനകത്ത്. ആ ഇടി മാത്രമല്ല, പല കാര്യങ്ങളും കറങ്ങിയടിക്കുന്നു, ചാടിയിട്ട് കുത്താൻ വരുന്നു, അതെല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്കൊരു പേഴ്സണലി നെഗറ്റീവ് എനിക്ക് ലോക കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ക്ലൈമാക്സ് പോർഷൻ കുറച്ച് ബെറ്റർ ആക്കാമെന്ന് തോന്നി. അതായത് ഇപ്പോൾ അത് പെട്ടെന്ന് കുറേ ഫൈറ്റ് നടത്തിയിട്ട് പെട്ടെന്ന് എൻഡായിരുന്ന പോലെ ആയിപ്പോയി. അതായത് ഇവനെ കുത്താൻ വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ചന്തു കയറി വീഴുമ്പോഴത്തേക്ക് അവൾ കത്തി എടുക്കുന്നു, ചാടി വേറൊരു സൈഡിൽ നിന്ന് ചാടി വന്ന് കുത്തുന്നു. ബട്ട് അങ്ങനല്ലാതെ എന്തെങ്കിലും ട്രിക്ക് യൂസ് ചെയ്തിട്ട് കത്തി എടുക്കുന്ന പോലെ എന്തെങ്കിലും ഒരു സംഭവം അവിടെ ചെയ്യേണ്ടതായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത് ഭയങ്കര ഈസി ആയിട്ട് അത് മാത്രമാണ്, അതേ ഒരൊറ്റ കാര്യമാണ് എനിക്ക് ലോഗോയിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്. അത് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതൊന്നും ബെറ്റർ ആക്കാമായിരുന്നു. അത് മാത്രമാണ് എനിക്ക് നോക്കിയത്. പക്ഷെ കല്യാണി പ്രദേശം കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ക്യാരക്ടർ പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പെങ്കൊച്ച് കൊച്ചായിട്ട് അഭിനയിച്ച കുട്ടിയുണ്ടല്ലോ, കുട്ടിക്കാലത്തെ കല്യാണി, ചന്ദ്രയല്ല, അത് നീരി, ഒരു രക്ഷയില്ല കൊച്ച. എൻ്റെ പൊന്നോ, ആ കൊച്ചിൻ്റെ ഫൈറ്റ് നമുക്ക് എന്താ പറയുന്നത്, ഇമോഷൻസ് ഉണ്ടല്ലോ, നമ്മൾ കണക്റ്റായിട്ട് എഴുന്നേറ്റ് അടിക്കടാ എന്ന് പറയുന്നത് നമുക്ക് തന്നെ തോന്നും, എഴുന്നേറ്റ് അടിക്കടാന്ന്. ആ രീതിയിലാണ് ആ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. എന്ത് രസമായിട്ടാണ്. ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് ഫൈറ്റ് കഴിഞ്ഞ് ഓടിപ്പോകുന്നൊരു സീനുണ്ട്. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ക്യാമറ മൂവ്മെൻറ്റും എല്ലാം കിടിലായിട്ട് വന്നിട്ടുണ്ട്. അത് നിമിഷവി, ഡൊമിനിക് അരുൺ, ജേക്സ് ബിജോയ് എല്ലാം കൂടെ കയറിയ അങ്ങ് എന്താ പറയുന്നത്, അടിച്ച് കലക്കേക്കുന്ന സാധനം. അത് സൂപ്പർ ഐറ്റം. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത്. അതേപോലെ തന്നെ ഇവർ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ലോക എഴുതുമ്പോൾ തന്നെ പിടിച്ചതായിരിക്കാം, കുറേ ഈസ്റ്റർ എഗ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കാര്യങ്ങളും മൂത്തോൻ്റെ കാര്യങ്ങളും ഇപ്പോൾ ഓൾറെഡി അതൊക്കെ ഇതായി കഴിഞ്ഞു. അതായത് ഞാനൊരു പോസ്റ്റ് ഓൾറെഡി കണ്ടായിരുന്നു, അത് കുറേ വൈറലായിരുന്നു. അതായത് ഞാൻ തുടക്കത്തിൽ മറ്റേ ഇതുണ്ടല്ലോ, ക്രെഡിറ്റ് സീൻസ് കാണിക്കുന്ന സമയത്ത് തന്നെ അതിനകത്തൊരു കഥ പറയുന്നുണ്ട്. എനിക്ക് കണ്ടപ്പം തുടക്കത്തിൽ വലിയ പിടിയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടിയത്. അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലൊക്കേഷൻ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്രെഡിറ്റിൻ്റെ ഡീറ്റെയിൽസ്. അതായത് നിഗൽ എന്ന് പറയുന്ന അമ്മ, അവർ കൂടുതൽ പവർ സോഴ്സ് തപ്പിപ്പോവുകയും എനർജി റിസോഴ്സസ് തപ്പിപ്പോവുകയും അതിന് തപ്പിയെടുക്കാനായിട്ട് മൂത്തോൻ എന്ന് പറയുന്ന ആളെ അയക്കുകയും ചെയ്യുന്നു. മൂത്തോൻ തിരഞ്ഞ് വരുമ്പോൾ എർത്ത് എന്ന് പറയുന്ന പ്ലാനറ്റ് കാണുന്നു. എർത്ത് എന്ന് പറയുന്ന പല പല ഗാലക്സികൾ തിരഞ്ഞു വരുമ്പോഴാണ് എർത്ത് കാണുന്നത്. എർത്ത് കണ്ടിട്ട് എർത്തിനകത്ത് ആൾക്കാരെ കാണുമ്പോൾ, ഹോമോസോപ്പിയൻസിനെ കാണുമ്പോൾ അവർക്ക് വലിയൊരു കേപ്പബിലിറ്റി ഉണ്ട്, അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ പറ്റുമെന്ന് കണ്ട് അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കും. തീ ഉണ്ടാക്കാൻ തുടങ്ങുന്ന മുതലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും അവർ ഇവോൾവ് ചെയ്തു വന്ന് വലിയൊരു നല്ലൊരു ഇതിലേക്ക് വരികയും ചെയ്യുന്ന സമയത്ത് നിഗൽ ഇവിടെ ഭൂമിയിലേക്ക് വരികയും എങ്ങനെയോ മൂത്തോൻ ആക്രമിച്ച് നിഗലിനെ കീഴ്പ്പെടുത്തി തറയ്ക്കുകയോ അങ്ങനെ എന്തോ ചെയ്യുന്നു. അതിനുശേഷം അത് കുറേ നാളിന് ശേഷം ഒരു ഷിപ്പിൽ വെള്ളത്തിനടിയിലേക്ക്
ഡോട്ടറായിട്ടുള്ള ഇസ്താറാണ് ഡോട്ടർ. ഇസ്താർ വരികയും ഇസ്താറിനെ എതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂത്തോൻ നീലിയെ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ആർമി ഉണ്ടാക്കുകയാണ് മൂത്തൻ. അങ്ങനെയാണ് ആ തുടക്ക ക്രെഡിറ്റ് സീനിൽ, ഓപ്പണിംഗ് ക്രെഡിറ്റ് സീനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ അസംഷൻ. ഇങ്ങനെ പല എന്താ പറയുക ഈസ്റ്റർ എഗ്സും അവർ പടത്തിലിട്ടുണ്ട്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നീലി അല്ലെങ്കിൽ ചന്ദ്ര സണ്ണിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നിട്ട് വീടിനകത്തേക്ക് കയറുന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇംഗ്ലീഷ് മൂവീസൊക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു ഇൻവൈറ്റ് ഇല്ലാതെ നമുക്കൊരു വാമ്പയറിന് വീടിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ആദ്യമേ കൂട്ടുകാരി അകത്തേക്ക് വാന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് അകത്തേക്ക് വരാൻ പറ്റുന്നില്ല. അവൾ വെയിറ്റ് ചെയ്യാണ്. അകത്തേക്ക് വരാൻ പറയുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ ചന്ദ്ര നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് സണ്ണിയെ വിളിക്കുകയും സണ്ണി വന്നിട്ട് പറയുകയും ചെയ്യുന്നു, എന്താ അവിടെ തന്നെ നിന്നത്, കയറി വാ എന്ന് പറയുന്ന സമയത്ത് ചന്ദ്ര അകത്തേക്ക് കയറി വരികയാണ്. അതുവരെ ചന്ദ്ര പടിക്ക് പുറത്താണ് നിൽക്കുന്നത്. അത് ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക്, എന്ന് വെച്ചാൽ ഭയങ്കര ചെറിയ സാധനമാണ്, പക്ഷേ ഭയങ്കരമായിട്ട് എനിക്ക് കണക്റ്റായി. അത് കിട്ടിലൊരു സംഭവമായിരുന്നു. അതേപോലെ തന്നെ പനയിലേക്ക് കയറുന്ന പോലെ, അതായത് ആക്രമിച്ചതിന് ശേഷം കടിച്ച് വലിച്ച് പനയിലേക്ക് വലിഞ്ഞു കയറുക എന്നുള്ളതാണ് നീലിയുടെ ഒരു പണ്ട് മുതലേ കേട്ടിട്ടുള്ള നമ്മുടെ കഥകൾ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ആ പനയിലേക്ക് കയറുന്നതിന് പകരം ഇവിടെ മറ്റേ വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്കാണ് കയറുന്നത്. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഒരു സംഭവം അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കത്തി കൊണ്ട് ഹൃദയത്തിൽ കുത്തിയാൽ മരിക്കും എന്നുള്ളൊരു സംഭവം, അതൊക്കെ വാമ്പയറിൻ്റെ എന്താ പറയുന്ന ഒരു സ്പെഷ്യാലിറ്റീസാണ്. സൂര്യപ്രകാശം അടിക്കുമ്പോൾ ദേഹത്ത് പ്രശ്നം വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അവർ നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ട്രാൻസിഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ട്രാൻസിഷൻ നമ്മുടെ ഐസ് ക്യൂബ് ഇടുന്ന സമയത്ത് ഐസ് ക്യൂബ് ലൈറ്റായിട്ട് മാറിയിട്ട് ഒരു ട്രാൻസിഷൻ ഉണ്ട്. സോൾട്ട് തട്ടി ടേബിളിലേക്ക് ഇടുന്ന സമയത്ത് ആ സോൾട്ട് നമ്മുടെ മൺതരികൾ ആയിട്ടുള്ള നക്ഷത്ര തരികളായിട്ട് മാറിയിട്ട് ഉള്ള ട്രാൻസിഷൻ ഉണ്ട്. ഇതെല്ലാം കിഡിലോട്ടാണ് അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ടൊവിനോ ചെയ്ത ക്യാരക്ടർ, അസാധ്യ ക്യാരക്ടർ, അത് ടൊവിനോയ്ക്ക് വേണ്ടി മാത്രം എഴുതിയേക്കുന്ന ക്യാരക്ടർ പോലെയാണ് തോന്നിയത്. അതായത് ടൊവിനോ ജസ്റ്റ് അങ്ങ് ജീവിക്കായിരുന്നു. അസ്തലവിസ്ത പോലീസുകാര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടെർമിനേറ്ററിനൊക്കെ ഒരു കണക്ഷൻ, ചുമ്മാ ഇതൊക്കെ എന്തൊരു രസമായിട്ടെന്നറിയോ അതിനകത്ത് വന്നേക്കുന്നത്. ടൊവിനോ ജസ്റ്റ് അപ്പം അത് തന്നെയാണ് ചാപ്റ്റർ 2-ന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ. ടൊവിനോ എത്രത്തോളം കിടിലായിട്ട് പെർഫോം ചെയ്യും, ചാത്തൻ എങ്ങനെയായിരിക്കും. ചാത്തൻ്റെ അവസാനം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചിലർ പറഞ്ഞു മണിയനാണ് അതിനകത്ത് കാണിക്കുന്നത്. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല മണിയനാണ്. ബിക്കോസ് അത് ഡിഫറെൻറ്റ് റോയൽറ്റി ഇഷ്യൂസും ഒക്കെ വരും. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്, ഡിഫറെൻറ്റ് മൂവീസാണ്. അപ്പോൾ റോയൽറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോപ്പറേറ്റ് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ആവാൻ ചാൻസ് ഇല്ല. മണിയൻ എന്ന് പറയുന്നത് ഒരു കള്ളനാണ്, ഇതൊരു ചാത്തനാണ്. അപ്പം അത് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അതേപോലെ ഇരിക്കുന്നതേ ഉള്ളൂ, സെയിം മേക്കപ്പ് പോലെയൊക്കെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ദുൽഖറിൻ്റെ എൻട്രി, ദുൽഖറിൻ്റെ ക്യാരക്ടർ അല്ലാന്നെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒടിയൻ എന്ന് പറയുന്നത് എന്താണ്, ബാക്കി പണമുള്ള ആൾക്കാർ ഒടിവേല വെക്കാനായിട്ട് കുറേ പേരെ ഏൽപ്പിക്കുന്നു. ആ ഒടിവിദ്യ ഉപയോഗിച്ച് ആൾക്കാരെ പേടിപ്പിക്കുന്നു അവർ. അതാണ് ഒടിയന്മാരുടെ ഒരിത്. അല്ലെങ്കിൽ ആൾക്കാരെ ആക്രമിക്കുന്നു, അതാണ് ഒടിയന്മാരുടെ ഒരു മെയിൻ പരിപാടി. ഈ നിഞ്ച അസാസിൻ എന്താണ് ചെയ്യുന്നത്? നിഞ്ച അസാസിൻ ഇത് തന്നെയല്ലേ, ആൾക്കാരുടെ പൈസ മേടിച്ചിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൊളാബ് ചെയ്തിട്ടൊരു സംഭവം കൊണ്ടുവരാമല്ലോ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനകത്ത്. അതായത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇതെല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്, ഇത് വ്യക്തമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഈ പടത്തിൽ. അത് ഭയങ്കര, അങ്ങനൊരു പടം ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ വൃത്തിയായിട്ടെടുത്ത് ഇറങ്ങിയതായിട്ട് കണ്ടില്ല.
അത് കിടിലമായിട്ട് അവന്മാർ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അങ്ങനെ പലതും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വാമ്പയർ കടിച്ചിട്ട് വാമ്പയറായി മാറുന്നത്, അതിന് അവർ കൊടുത്ത ജസ്റ്റിഫിക്കേഷൻ, ആരോഗ്യമുള്ള ശരീരം, പിന്നെ എല്ലാവർക്കും മാറാൻ പറ്റില്ല, ബാക്കിയുള്ളവർ മരിച്ചു പോകുന്നു, ആ കാര്യങ്ങൾ. പിന്നെ പറയേണ്ടത് നമ്മുടെ സഭ എന്ന് പറയുന്നൊരു ആക്ടറുണ്ട്. പുള്ളിക്കാരൻ കലക്കിയെന്ന് വെച്ചാൽ കിഡിലുമായിട്ടാണ് ആക്ട് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ റോള് പൊളിയായിട്ടാണ് പുള്ളി ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ തോന്നുന്നു അവന് 2 അടി കിട്ടേണ്ട സമയമാണ്. ആ കിട്ടേണ്ട സമയത്ത് കിട്ടുകയും ചെയ്യും. അതാണ് സ്ക്രിപ്റ്റിങ്ങിനകത്ത് ഏറ്റവും വലിയ ബെറ്റർ സാധനം, കിട്ടുന്ന സംഭവം. അങ്ങനെ കുറേ സംഭവങ്ങൾ ലോക അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തന്നത്, രണ്ടാമത് പോയി കാണാൻ തോന്നിയത്. ഇനി OTT ഇറങ്ങുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്നും കൂടെ കാണും. നിങ്ങൾ കാണുമോ ഇല്ലയോ എന്ന് വീഡിയോയുടെ അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കറിയാമല്ലോ എത്ര പേര് കാണില്ല എന്ന്. അപ്പം വേറൊന്നുമില്ല, എല്ലാവരും മൂവി കാണുക, മൂവീസൊക്കെ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ചിലപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്തെന്നിരിക്കും, നോക്കട്ടെ. മൂവീസൊക്കെ കാണുന്നതനുസരിച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കാം. അപ്പം ലോക OTTയിൽ ഒക്ടോബർ 31 ഹോട്ട്സ്റ്റാറിൽ കണ്ടിട്ട് കാണാം. ഓക്കെ, ബൈ.